കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ രണ്ടാം പ്രതി വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. മോഷണശ്രമത്തിനിടെ കാലിന് പരിക്കേറ്റ വിഷ്ണു ചികിത്സയിലായിരുന്നു. വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശുവിനെ മറവ് ചെയ്ത സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. 5 ദിവസമാണ് കസ്റ്റഡി കാലാവധി. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഈ കേസിൽ നിർണായകമായ തെളിവെടുപ്പിന് വേണ്ടിയാണ് വിഷ്ണുവിനെ കസ്റ്റഡിയിൽ പോലീസ് വാങ്ങിയിരിക്കുന്നത്. വിഷ്ണുവിന്റെ കാലിപ്പോഴും ഭേദമായിട്ടില്ല. ആംബുലൻസിലാണ് കോടതിയിൽ വിഷ്ണുവിനെ ഹാജരാക്കുകയും ചെയ്തത്. 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഈ സംഭവ സ്ഥലത്ത് ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് തെളിവെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള നിതീഷിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം ഈ കേസിൽ രണ്ടുപേരെയും അതുപോലെ തന്നെ ഈ വിഷ്ണുവിന്റെ അമ്മയെയും ഈ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ നടപടികളിലേക്കും കടക്കും. രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.